ഹായ്, വെൽക്കം ടു എജുബിറ്റ്സ് ലേണിംഗ്. കേട്ടറ്റ് എക്സാമിൻ്റെ അവസാന നിമിഷങ്ങളിലായിരിക്കും പരീക്ഷ അടുക്കാനായിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് അവസാനത്തെ ഒരുക്കങ്ങൾ എങ്ങനെയായിരിക്കണം? നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ എക്സാം ഹാളിൽ എത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ഒരു എക്സാമോട് കൂടി നമ്മുടെ കേട്ടറ്റ് എന്ന സ്വപ്നം പൂവണിയണം. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്നകലുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഏതാനും ചില കാര്യങ്ങൾ. പഴയ കാലത്ത് ഒരുപാട് ആളുകൾ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുപോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ എക്സാം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമയത്ത് നമ്മൾ സിലബസ് അനാലിസിസ് ഒന്നുകൂടി നമ്മുടെ സിലബസിനെ കുറിച്ച് മനസ്സിലാക്കുക. സിലബസ് മൊത്തം പഠിക്കുക എന്നല്ല അർത്ഥം. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇതാണ് ആദ്യം. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ചു പോവുക. ഞാൻ ഇപ്പോൾ സൈക്കോളജി ആണെങ്കിൽ നമുക്ക് ആദ്യം അതിലെ വിഷയങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ സയൻസ് കാറ്റഗറി 2 അതുപോലെ തന്നെ കാറ്റഗറി 1 ഒക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ സയൻസോ മാത്തമാറ്റിക്സോ അതല്ലെങ്കിൽ പരിസ്ഥിതി എൻവയോൺമെൻറ്റൽ സയൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ്. ഇതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഏരിയകൾ ഏതാണ്? ഇനി നിങ്ങൾ കാറ്റഗറി 3 ആണ് ഇത് അല്ലെങ്കിൽ 4 ആണെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട ഏരിയകൾ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. പിന്നെ ഇതുവരെ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയത്, നിങ്ങളിപ്പോൾ സിലബസ് ഒക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം നിങ്ങൾ ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കവർ ചെയ്ത അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയേക്കുക. പിന്നെ നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോൾ ചില ഏരിയകളിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല, വായിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് സമയങ്ങളല്ലേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ വളരെ തിരക്കിട്ട് ആ ഏരിയ കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇതാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പഠിച്ച ഏരിയകൾ മനസ്സിലാക്കുക. ആ ഏരിയകളിൽ നിന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു അനാലിസിസ് നടത്തുക. ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പോയിന്റ്സുകളൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ചില കുറിപ്പുകളാക്കിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലാഷ് കാർഡുകളായിട്ടോ ഇനി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അവസാന വട്ടം നോക്കേണ്ട ചില കാര്യങ്ങളാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, PYQs ഒന്ന് ഇതുവരെ നിങ്ങൾ ചെയ്ത PYQs ഒക്കെ ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കുക. പിന്നെ ഈ ഫ്ലാഷ് കാർഡും അതുപോലെ കുറിപ്പുകളിലൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള, ഇപ്പോൾ പെഡഗോഗിയിൽ പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട തിയറീസ്, പിന്നെ സൈക്കോളജിയിൽ മാത്രമല്ല നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആക്ട്സുകൾ. ഞാൻ പല രീതിയിൽ ഇപ്പോൾ സോഷ്യൽ സയൻസും മറ്റുള്ളതൊക്കെ ആണെങ്കിൽ അതല്ല അങ്ങനെയുള്ള ചില ആക്റ്റുകളൊക്കെ ഇപ്പോൾ സൈക്കോളജിയിലും ആക്റ്റുകൾ പഠിക്കാനുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്, ഫോർമുല, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സയൻസിലൊക്കെ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇങ്ങനെയുള്ള ഏരിയകളിലൂടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതല്ലാത്ത ചില ഹിൻസുകളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഏരിയകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വട്ടം നിങ്ങൾ ആ നോട്ട്സൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും ഓടിച്ചു പോവാം. ഇതാണ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾ എത്ര പഠിച്ചവരാണെങ്കിലും നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ A to Z പഠിച്ചാലും ടൈം മാനേജ്മെൻറ്റ് വിഷയത്തിൽ നമ്മൾ 0 ആണെങ്കിൽ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ 4 കാറ്റഗറിയിലാണ് കേട്ടിട്ടുള്ളത്. അതിൽ ഓരോ കാറ്റഗറിക്കും ലഭിക്കുന്നത് 2.5 മണിക്കൂറാണ്. എത്രയാണ്? 2.5 മണിക്കൂർ. അപ്പോൾ ഇതിൻ്റെ സമയവും നിങ്ങൾക്കറിയാം. ആദ്യത്തെ ദിവസം 18-ാം തീയതിയും 19-ാം തീയതിയും. അപ്പോൾ ആദ്യത്തെ 2 കാറ്റഗറി ആയിരിക്കും. അതുപോലെ തന്നെ പിന്നീട് 2 കാറ്റഗറി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ 1ഉം 2ഉം എഴുതുന്നവരാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം കഴിയും. ഇനി 2ഉം 3ഉം ആണ് എഴുതുന്നതെങ്കിൽ 2 ദിവസങ്ങളിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഏതായാലും ഈ സമയത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്കറിയാം, ആ സിലബസ് ഒന്ന് നോക്കൂ. എക്സാം ഹാളിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യപേപ്പർ 3 പാർട്ടുകളായിട്ടാണ് ചോദ്യപേപ്പർ ഉണ്ടാകുക. നിങ്ങൾക്കറിയാം 3 പാർട്ടുകളായിട്ടാണ് ചോദ്യപേപ്പർ ഉണ്ടാവുക. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ, ഇപ്പോൾ കാറ്റഗറി 1കാരാണ്, നിങ്ങൾ കാറ്റഗറി 1 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആദ്യത്തെ ആ ഒരു ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ശിശുവികാസവും ബോധനശാസ്ത്രവും, നമ്മുടെ സൈക്കോളജിയുടെ 30 മാർക്കാണ് നിങ്ങൾ അതിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്കുമായി ഗണിതവുമായി ബന്ധപ്പെട്ട് 30 ചോദ്യങ്ങൾ, പരിസ്ഥിതി പഠനവുമായിട്ട് 30 ചോദ്യങ്ങൾ. ഇങ്ങനെ നിങ്ങൾ നോക്കൂ, 90 ചോദ്യങ്ങളാണ് ആ ബുക്ക്ലെറ്റിൽ ഉണ്ടാവുക.
അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ മീഡിയമായിട്ട് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല, മലയാളം, തമിഴ്, അപ്പോൾ അതിൽ നിന്ന് 30 ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ, അതായിട്ട് ഇംഗ്ലീഷോ അറബിയോ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് 30 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ 150 ചോദ്യങ്ങൾ നിങ്ങൾ ഈ 2.5 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കണം. അതെങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങളൊരു ഏരിയ ഭയങ്കര ടഫായി എന്ന് തോന്നിയാൽ അടുത്ത ഏരിയയിലേക്ക് പോവാതെ അവിടെ ഉത്തരം കിട്ടുന്നത് വരെ ഒരു ക്വസ്റ്റ്യൻ്റെ പിറകിൽ എന്ത് ചെയ്യരുത്, സമയം ചിലവഴിക്കരുത്. ആ ഒരു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്താണ് എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റുക ആ ഭാഗങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. അതുപോലെ തന്നെ കാറ്റഗറി 2ലും ഈ രീതിയിൽ തന്നെ 150 ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് OMR ഷീറ്റ് കിട്ടുന്ന സമയത്ത് OMR ഷീറ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ എഴുതാനുള്ളത്? 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. പക്ഷേ നിങ്ങൾ OMR കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 30 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 60 ചോദ്യങ്ങൾ ഒന്നെങ്കിൽ സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്ന്, അതല്ലെങ്കിൽ മാത്സും സയൻസും ഉൾപ്പെട്ടിട്ടുള്ള 60 ചോദ്യങ്ങൾ, ഈ 2 കാറ്റഗറിയിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസ് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ സോഷ്യൽ സയൻസ് അധ്യാപകർക്കൊക്കെയാണ്, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതുന്നവർക്ക് ഏതും എഴുതാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ നമ്പേഴ്സ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടത് സോഷ്യൽ സയൻസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി മാത്സും അതുപോലെ തന്നെ സയൻസും ഉൾപ്പെട്ടിട്ടുള്ള ആ സെറ്റ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 30 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏത് പാർട്ടാണെന്ന് ആലോചിക്കുന്നില്ല, ആ ക്വസ്റ്റ്യൻ നോക്കി ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു. പിന്നെ 60 ചോദ്യം കഴിയുമ്പോഴാണ് അടുത്തൊരു സെറ്റ് വരുന്നത്. അപ്പോഴാണ് നമ്മൾ സോഷ്യൽ സയൻസ് ആണോ സയൻസ് ആണോ എന്നുള്ളതൊന്നും മാറിപ്പോകരുത്. സോ ആ 60 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് ആയിട്ട് ഒരു 30 മാർക്ക് മലയാളം ആണെങ്കിൽ അടുത്ത ലാംഗ്വേജ് 2 30 മാർക്ക് ഇംഗ്ലീഷൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ഭാഷകൾക്കനുസരിച്ച് അത് മാറും. ആ ഒരു സമയം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കാറ്റഗറി 3 ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്നത് ആദ്യത്തെ 40 ക്വസ്റ്റ്യൻസ് അഡൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, പഠന സിദ്ധാന്തങ്ങൾ അതിൽ ചോദിക്കും. അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, നിങ്ങളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. പിന്നീട് ഒരു ലാംഗ്വേജ് വരുന്നു. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ബേസിൽ 80 ചോദ്യങ്ങളാണ് നിങ്ങൾക്കുണ്ടായിരിക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കാറ്റഗറി 4 ആണെങ്കിലും നിങ്ങൾ നോക്കൂ, ആദ്യം 30 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, ഈ ശിശുബോധനവുമായി ബന്ധപ്പെട്ടതായിരിക്കും. പിന്നെ 40 മാർക്ക് ലാംഗ്വേജ് ആയിരിക്കും. ക്ലിയർ? പിന്നെ ഒരു 80 നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഉണ്ടായിരിക്കുക. ഏതായാലും 3 ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടാണ് OMR ഒക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ള ആ നമ്പേഴ്സൊക്കെ കറക്റ്റ് തന്നെ അതിൽ രേഖപ്പെടുത്തി വെക്കണം. നിങ്ങൾക്കറിയാം ബബിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു തരും. അപ്പോൾ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കെയർലെസ് ആയിട്ട് എന്ത് ചെയ്യരുത്, എക്സാം ഹാളിൽ ചെയ്യരുത്. സോ നമ്മൾ ഈ എക്സാം ഹാളിൽ എത്തിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ മുമ്പ് സമയത്തിന് മുമ്പ് തന്നെ അവിടെ എത്തണം. എക്സാം ഹാളിലേക്ക് പോകുന്നത് സമയത്തിന് മുമ്പ് തന്നെ, അതായത് ആ കറക്റ്റ് സമയത്ത് അവിടെ എത്തുക എന്ന രീതിയിലല്ല നിങ്ങൾ പോവേണ്ടത്. സമയത്തിൻ്റെ ഒരു 15 മിനിറ്റോ ഒരു അരമണിക്കൂറോ നേരത്തെ അവിടെ എത്തി നിങ്ങൾ ഒന്ന് സെറ്റായിട്ട് എക്സാം ഹാളിലേക്ക് പോകുന്ന രീതിയിലായിരിക്കണം അവിടെ എത്തേണ്ടത്. പിന്നെ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പേന, അഡ്മിറ്റ് കാർഡ്, ID കാർഡ്, ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു പോകുന്ന തിരക്കിൽ നമ്മൾ എന്തൊക്കെയോ മറന്നു പോകും. അപ്പോൾ ID കാർഡ് മറക്കരുത്, അത് ഒറിജിനൽ ID കാർഡ് തന്നെ കൊണ്ടുപോവുക. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ രാവിലെ നമുക്ക് ആ കടയിൽ നിന്ന് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. തൊട്ട് മുമ്പത്തെ ദിവസമെങ്കിലും നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുക്കണം. നമ്മളൊരു എക്സാമിന് വേണ്ടി പോവുകയാണ്. ഇത് ഏത് എക്സാം ആണെങ്കിലും, കേട്ടറ്റ് ആണെങ്കിലും, PSC എക്സാം ആണെങ്കിലും, മറ്റെന്ത് എക്സാം ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് കെയർഫുള്ളി റീഡ് ചെയ്യണം.
ശ്രദ്ധയോടെ. കാരണം നമ്മൾ നേരത്തെ ഇതിൻ്റെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ അത് എത്ര സമയത്തിനുള്ളിൽ നമ്മൾ എഴുതി തീർക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുന്നത് വളരെ കൃത്യതയോടെ വായിക്കുക. എന്നാൽ മാത്രമേ ഒരു വട്ടം വായിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം വായിച്ചു, അപ്പോൾ ക്ലിയർ ആയിട്ടില്ല, അപ്പോൾ ഒന്നുകൂടി വായിക്കുന്നു, അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയില്ല. അങ്ങനെ വായിച്ച് സമയം പോകുന്നത് നമ്മൾ അറിയില്ല. പ്രത്യേകിച്ച് നമ്മൾ മാത്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിലൊക്കെ നമ്മുടെ സമയം പോവാൻ സാധ്യതയുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമുക്ക് നെഗറ്റീവ് മാർക്കില്ലല്ലോ. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് പരമാവധി നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലേക്കും എത്താൻ പറ്റുന്ന ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ടത്, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്ന്. പ്രത്യേകിച്ച് എക്സാം നടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ ഉറക്കം പോലും, എക്സാമിൻ്റെ തലേന്ന് ഉറങ്ങുന്നത് പോലും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മൾ എക്സാം ഹാളിലേക്ക് വളരെ കാം ആൻഡ് കൂളായിട്ട് എത്താൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. എക്സാം ഹാളിൽ എത്തിയാൽ സ്വാഭാവികമാണ് നമുക്ക് എക്സാമിൻ്റെ ഒരു ബേജാറൊക്കെ ഉണ്ടാവും. എന്നാലും ഇത് സിമ്പിളായിട്ട് എഴുതിയെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ, പക്ഷെ ഓവർ കോൺഫിഡൻസ് ആവാതെ ആ രീതിയിൽ എക്സാം ഹാളിൽ എത്തുക. നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു, അഡ്മിറ്റ് കാർഡ്, ID കാർഡ്, പേന, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എന്നാലും പറഞ്ഞിട്ടില്ലെങ്കിൽ വിട്ടുപോകരുത് എന്നതുകൊണ്ടാണ്. ഏതായാലും എക്സാം ഹാളിൽ എത്തിയാൽ നിങ്ങളുടെ എക്സാം പേപ്പർ എടുക്കുക. അതിൽ നിങ്ങൾ 3 ബുക്ക്ലെറ്റ് കാണും. ആ ആദ്യത്തെ ബുക്ക്ലെറ്റ് തുറന്ന് നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് പതിയെ വായിക്കാം. വായിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ടത്, മലയാളം വായിച്ചു, ചിലപ്പോൾ ചില കടുകട്ടി വാക്കുകളൊക്കെ നമ്മൾ കാണാത്ത വാക്കുകളല്ലേ എന്ന് കണ്ട് പേടിക്കരുത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്തുണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മനസ്സിലായില്ലെങ്കിൽ മറ്റേത് വായിച്ചു നോക്കുക. രണ്ടും വായിച്ചാൽ ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചെടുത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. ഏതായാലും അറിയുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഈ ഒരു കാരണം കൊണ്ട് വിട്ടുപോകരുത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒരു മലയാളം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷ് എങ്കിലും വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് ആപ്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ സൈക്കോളജി പോലെയുള്ളതിലാണ് ഈ പ്രയാസം വരുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾ ലാംഗ്വേജ് ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ കുറേ ഇപ്പോൾ നമ്മൾ വായിച്ച് റീഡിങ് കോംപ്രഹെൻഷനൊക്കെ നമുക്കറിയാം. പക്ഷേ ചില ക്വസ്റ്റ്യൻസ്, ഇഡിയംസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്ര ഇഡിയംസ് ഒക്കെ പഠിച്ചു പോയാലും നമ്മൾ അറിയാത്ത ഇഡിയംസ് ഒക്കെ അവർ ചോദിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ആകെ ടഫായി ഒന്നും കിട്ടുന്നില്ല എന്നല്ല വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഏരിയകളൊക്കെ ഉണ്ടാവും. അത് ഇപ്പോഴേ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഏരിയകളിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഒരു ഐഡിയ പ്രകാരം എക്സാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയവരാവും. എന്നാലും ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിച്ചു പോവുക. സോ നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.